എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 15 വർഷക്കാലം ദുരിതങ്ങൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരുന്ന നക്ഷത്രജാതകർക്ക് അതിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാകുന്നതിന് തുടക്കം കുറിക്കുകയാണ് ഈ മാസം അവസാനത്തോടു കൂടി. ഇനി തുടർച്ചയായിട്ട് കുറേ കാലം ഇവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നല്ല സന്ദർഭങ്ങൾ ഇവർക്ക് ലഭിക്കും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ഈ 15 വർഷം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പകരമായിട്ട് ഇനി കുറച്ച് വർഷക്കാലം തുടർച്ചയായിട്ട് സന്തോഷങ്ങൾ. ഇതെന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കും മുൻപ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം. 15 വർഷത്തെ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഇവർക്ക് മാറിക്കൊണ്ട് ഇനി ധനം നല്ല രീതിയിൽ ഉണ്ടാകുന്നതിനുള്ള ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇവർ സമ്പന്നതയുടെ നെറുകയിൽ എത്തി നിൽക്കുന്ന 3 നക്ഷത്ര ജാതകരായിരിക്കും. വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ സാഹചര്യം സംജാതമാകും. കാര്യതടസ്സങ്ങളൊക്കെ അതിജീവിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾക്കും കുറവ് വരും. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടുകയും ചെയ്യും. ഭൂമി സംബന്ധിച്ചും ധനപരമായും ഉള്ള വഞ്ചനകളിൽ പെടാതെ ഒന്ന് സൂക്ഷിക്കണം. സ്ത്രീ പുരുഷ ബന്ധിയായി നല്ല കാര്യങ്ങൾ കുടുംബത്തിനു വേണ്ടി ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും വിപരീത ഫലം നൽകിക്കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഇനി പ്രതീക്ഷിക്കാം. ഉദരരോഗം, നേത്രരോഗം, പനി, മുറിവിൽ നിന്നും അമിതമായ രക്തസ്രാവം, അർശോ രോഗബന്ധിയായിട്ടുള്ള രക്തസ്രാവം, ഇവ കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരാൻ കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ മാറിവരും. വാക്കുദോഷം മൂലമുള്ള കാര്യതടസ്സങ്ങളും അതിജീവിക്കും. ജോലിക്കാർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാശക്തി കൊണ്ട് പല കാര്യങ്ങളും നടത്തേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും. വിവാഹമോചന കേസുകൾ സൂക്ഷ്മതയോടുകൂടി നടത്തണം. അപ്രതീക്ഷിതമായ ചില പ്രധാന കാര്യസാധ്യങ്ങളും ജീവിതത്തിൽ ഉടനടി ഉണ്ടാകും. വീട്ടിലെ കലഹ അന്തരീക്ഷം കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. ഇവർ ദോഷശാന്തിക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള പല വഴികളും വരും ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് തുറന്നു കിട്ടും. അത് വിദേശത്തോ സ്വദേശത്തോ എങ്ങനെയായാലും അത് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ധനനേട്ടം ധാരാളമായിട്ടുണ്ടാകും. പല പ്രകാരേണ ധനാഗമങ്ങളും ഉണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ അതിജീവിക്കും. വഴിയാത്രയിൽ പലവിധ വിഷമതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. പലവിധത്തിലുള്ള രോഗാരിഷ്ഠിതകളാൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകളൊക്കെ വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് ഇനി ഉള്ളത്. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീക്കാൻ മുതിർന്നവരുടെ ഇടപെടൽ ഉണ്ടാകുകയും ഈ വർഷം അവസാനിക്കും മുൻപ് തന്നെ വിവാഹം നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഈശ്വര ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ഭൂമി കച്ചവടത്തിൽ നഷ്ടങ്ങൾ മാറിക്കിട്ടും. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. സ്വയം തൊഴിലുകളിൽ അധിക പണം ചിലവാക്കാതിരിക്കുക. ഗർഭപാത്രബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, വീഴ്ച ഇവ ശ്രദ്ധിക്കണം. ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും ഗുണം ചെയ്യും. ഇനി മിഥുനക്കൂറിൽ മകയിരം നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ,
തിരുവാതിര പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും. കോൺട്രാക്ടർമാർക്ക് നല്ല കാലമാണ്. ഗവൺമെൻറ്റിൽ നിന്നുള്ള കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവം അത് മാറിക്കിട്ടും. മനോവിചാരവും ആദിയും കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തി കുറയുമെങ്കിലും കരുതിയിരിക്കണം. ധനാഗമങ്ങൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രദ്ധിക്കണം. ശ്വാസം മുട്ടൽ, പനി, ചുമ, കാലിന് തരിപ്പ്, നടുവും പുറവും വേദന, പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവയുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം. മനസ്സിന് ഉള്ള സ്വസ്ഥത കുറയാൻ സാധ്യതയുണ്ട്. മുൻകോപം നിയന്ത്രിക്കണം. ഉറക്കം കുറയുകയും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇവർ ദോഷശാന്തിക്കായിട്ട് വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാമന്ത്രം പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും വർഷങ്ങളിൽ ഇവർക്ക് ചിലവുകളൊക്കെ കൂടുമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള വഴികൾ ലഭിക്കും. സന്താനങ്ങൾക്ക് പഠന വിജയം, ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ അവസരം, കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയം. ചെറിയ നാണ്യവിളകൾ കൂടാതെ റബ്ബർ, ഏലം, ജാതി, വാഴ, നഴ്സറി സംബന്ധമായ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം. പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമാകും. വിവാഹ ആലോചനകൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിതവേഗം, ശ്രദ്ധക്കുറവ് എന്നിവ ഒഴിവാക്കണം. വീട് പുതുക്കി പണിയുന്നതിന് അനുകൂല സമയമാണ്. പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും അനുകൂലമാണ് സമയം. വ്യാഴൻ്റെ അനുകൂല അവസ്ഥ കാരണം തൊഴിൽ രംഗത്ത് ശോഭിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ലഭിക്കും. തടി വ്യാപാരം, റിയൽ എസ്റ്റേറ്റ്, ഇരുമ്പ്, കമ്പി, സിമൻറ്റ്, സാനിറ്ററി വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യബന്ധനം, വിൽപ്പന തൊഴിൽ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂല സമയമാണ്. സർപ്പ അനുഗ്രഹം വരുത്തിക്കൊണ്ട് വിവാഹ തടസ്സമുള്ളവർ വിവാഹബന്ധം ലഭിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സൽസന്താന യോഗം കാണുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്ര ആഭരണങ്ങൾ എന്നിവ ലഭിക്കും. അതുപോലെ ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് നീരാജനം, ശബരിമല ദർശനം, നാഗക്ഷേത്ര ദർശനം എന്നിവ നടത്തുക. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരുന്ന കുറച്ച് ദിവസങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിലും പെട്ടെന്ന് അതിനൊരു മങ്ങലേൽക്കുകയും ഒരു 2 ആഴ്ച കാലം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യണം. അതൊഴിച്ചാൽ ഈ ഒരു വർഷക്കാലം പിന്നീട് അങ്ങോട്ട് രാജയോഗത്തിൽ നിന്നും ഒരുപാട് ഉയരങ്ങളിലേക്ക് കയറാൻ ഉള്ളൊരു സാധ്യത ഈ 3 നക്ഷത്രക്കാർക്കും കാണുന്നുണ്ട്. വ്യാഴൻ്റെ ഇഷ്ടസ്ഥിതി മൂലം പല ദോഷങ്ങളും ഇവർക്ക് പരിഹരിച്ച് കിട്ടും. സന്താനങ്ങളുടെ ഭാഗ്യ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും ഗൃഹം, വാഹനം എന്നിവയ്ക്ക് വേണ്ടിയും ധനം ചിലവഴിക്കേണ്ടതായിട്ട് വരും. അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ആതുര സേവകർ തുടങ്ങിയവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഗൃഹയോഗം, വാഹനയോഗം, സന്താനയോഗം എന്നിവയ്ക്കും അനുകൂല സമയം തന്നെയാണ് ഇവരിൽ കാണുന്നത്. ക്ഷേത്ര പൂജാരികൾ, അതുപോലെ സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സംഘടനാ പ്രവർത്തകർ എന്നിവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതിനുള്ള പല വഴികൾ ഇവരുടെ ജീവിതത്തിൽ തെളിയുന്നുണ്ട്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അധിക ധനം മുടക്കില്ലാതെ അത് സാധ്യമാകുകയും ചെയ്യും. ദൂരയാത്രകൾ ചെയ്യുന്നവർ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് പഠനകാര്യത്തിൽ ഉന്നതിയും തൊഴിൽ രംഗത്ത് ചെറിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവസരവും ഉണ്ടാകും. ബന്ധുക്കളെ അപ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
താൽക്കാലികമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബക്ലേശങ്ങൾക്കൊരു അറുതിയും ലഭിക്കും. വാഹന ലാഭം, ധനനേട്ടം, ഊഹക്കച്ചവടം വഴി ലാഭം, കൂട്ടുകച്ചവടം വഴി ലാഭം എന്നിവയും പ്രതീക്ഷിക്കാം. ഇവർ ദോഷപരിഹാരമായിട്ട് മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഹനുമാന് വടമാല, ആയില്യപൂജ, പുറ്റും മുട്ടയും സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.